ഈ നിവേദനമായിട്ട് വരുന്ന നഗരസഭയിലെ ജനങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിന്മയുടെ പ്രതീകമായ വ്യാളിയെ കുത്തിമലർത്തിയ വിശുദ്ധ ഗീവർഗീസേ, അങ്ങയുടെ നാമധേയത്തിലുള്ള സെൻറ്റ് ജോർജ് ബസിലിക്ക പള്ളിയുടെ പരിസരവാസികളുടെ വീടും സ്ഥലവും എടുത്തുകൊണ്ട് പുതിയൊരു റോഡ് വരുന്ന പദ്ധതിയിൽ മാറ്റം വരുത്തുവാൻ അങ്ങ് സഹായിക്കണമേ. ഇവിടെ നിന്ന് ഈ കാണുന്ന റോഡ്, ഈ റോഡിലൂടെയാണ് അങ്കമാലി നഗരസഭയുടെ പുതിയ പദ്ധതിയായി 15-20 കൊല്ലം വർഷത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് 10 അടി വീതി കൂട്ടിക്കൊണ്ട് ഇവിടെ റോഡ് വരുവാൻ അങ്കമാലി നഗരസഭ കഴിഞ്ഞ ദിവസം ഒരു യോഗം വിളിച്ചു കൂട്ടുകയുണ്ടായി. അതിൽ നിന്നും പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ ഇവിടെ പരുക്കെ ഭരണപക്ഷം പറയുന്ന ഒരു ഇതുണ്ട്, അവർ എല്ലാത്തിനും എതിര് നിൽക്കുന്ന പാർട്ടിയല്ലേ, അതുകൊണ്ടാണ് അങ്കമാലി വികസനത്തിന് അവർ എതിരാണ്. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ. ഒരു മാസ്റ്റർ പ്ലാൻ അങ്കമാലി നഗരസഭ തയ്യാറാക്കുമ്പോൾ അത് 15-20 കൊല്ലം വർഷം വരെയുള്ള ദീർഘവീക്ഷണത്തിൽ ആണ് തയ്യാറാക്കേണ്ടത്. അങ്കമാലി നഗരസഭ മുൻകൂട്ടി കണ്ടുകൊണ്ട് 15-20 വർഷമുള്ള വരെയുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമ്പോൾ സമഗ്ര രൂപരേഖയാണ് ടൗൺ പ്ലാനിംഗ് വകുപ്പിൻ്റെ നഗരസഭയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കുക. അതിന് ചില നിബന്ധനകളുണ്ട്. വെറുതെ അങ്ങനെ പാസ്സാക്കാൻ പറ്റില്ലല്ലോ. ഒന്ന്, പ്രാഥമിക സർവേ വിവരശേഖരണങ്ങൾ, നഗരത്തിലെ നിലവിലെ ജനസംഖ്യ, വാണിജ്യം, കൃഷി, വ്യവസായം, റോഡുകൾ, കുടിവെള്ളം, മാലിന്യ സംസ്കരണ വിവരങ്ങൾ എന്നിവയെക്കുറിച്ച് ശേഖരിക്കണം. രണ്ടാമതായി ചർച്ചകൾ തയ്യാറാക്കണം. വാർഡ് തല ജനസഭകൾ, വ്യാപാരികൾ, മറ്റു സംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ, വിദഗ്ധർ എന്നിവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണം. അങ്കമാലി നഗരസഭ അതിനൊന്നും തയ്യാറായിട്ടില്ല എന്നാണ് അറിയുന്നത്. കരട് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം. മൂന്നാമതായിട്ട് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ടൗൺ പ്ലാനിംഗ് വിദഗ്ധർ 20-40 വർഷത്തെ വളർച്ചയുടെ സാധ്യതകൾ കണക്കിലെടുത്ത് റോഡുകൾ, പാർക്കുകൾ, സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ എന്നിങ്ങനെ ഉൾപ്പെടുന്നവരുടെ കരട് രേഖ, ഭൂപടം, റിപ്പോർട്ട് തയ്യാറാക്കണം. 4, അപേക്ഷകളും നിർദ്ദേശങ്ങളും സ്വീകരിക്കൽ. കരട് പ്ലാൻ പരസ്യപ്പെടുത്തി പൊതുജനത്തിന് പരിശോധിക്കാൻ അവസരം നൽകുകയോ അതിലെന്തെങ്കിലും പരിശോധനകളോ പരാതികളോ മാറ്റങ്ങളോ ഉണ്ടെങ്കിൽ നിശ്ചിത സമയത്തിനുള്ളിൽ രേഖാമൂലം സമർപ്പിക്കാനുള്ള സമയം കൊടുക്കണം. പൊതുജനങ്ങൾ അറിഞ്ഞാലല്ലേ ഇങ്ങനെയുള്ള സമയവും കാര്യങ്ങളും കൊടുക്കാൻ പറ്റുള്ളൂ. അന്തിമ അംഗീകാരം കിട്ടാൻ വേണ്ടി ലഭിച്ച പരാതിയിൽ പരിഹരിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി അതിനുശേഷം സംസ്ഥാന സർക്കാരിൻ്റെ ബന്ധപ്പെട്ട വകുപ്പിൻ്റെയും അന്തിമ അധികാരത്തിൽ സമർപ്പിക്കണം. ഇതല്ലാണ്ട് ഇങ്ങനെയുള്ള റോഡുകൾ വരുമ്പോൾ സ്ഥലത്ത് താമസിക്കുന്ന ജനവാസ മേഖലയിലുള്ള ആളുകൾക്ക് അവരുടെ വീടിനോ വ്യവസായത്തിനോ ഒട്ടും കോട്ടം പറ്റാത്ത രീതിയിൽ ചെയ്യണം. ഇതൊന്നും ചെയ്യാണ്ട് അങ്കമാലി നഗരസഭ ഈ സ്വൈരമായിട്ട് ജീവിക്കുന്ന അങ്കമാലി ബസിലിക്ക പള്ളിയുടെ ചുറ്റുവട്ടത്ത് കാലങ്ങളായിട്ട് ജീവിക്കുന്ന 2 സെൻറ്റ് 3 സെൻറ്റ് 5 സെൻറ്റും ഒക്കെ ഉള്ള സ്ഥലങ്ങളായിട്ട് ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഈ റോഡ് പോണ വഴിക്കൊക്കെ നിങ്ങൾക്ക് കാണാം 2 സൈഡിലും ആളുകൾ താമസിക്കുന്നത്. ഇവിടെ 10 അടി മീറ്റർ ആകുമ്പോൾ ഒന്നാമത് ഇതിലൂടെ വാഹനങ്ങൾ വന്ന് സ്വൈരജീവൻ തകർക്കും. മറ്റത് ഇവിടെ കാലങ്ങളായിട്ട് അങ്കമാലി ബസിലിക്ക പള്ളിയിലെ ഇടവകങ്ങളായിട്ട് ജീവിക്കുന്ന സാധാരണക്കാർ അവരിനി അങ്ങോട്ട് പോകും. അവരുടെ വീടൊക്കെ കളഞ്ഞുകൊണ്ടാണ് ഈ പദ്ധതി വരാൻ പോകുന്നത്. അപ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഈ വാർഡ് തലങ്ങളിൽ ഉയർന്നു വരുന്നത്. പ്രധാനമായും നമുക്ക് ഈ വാർഡുകൾ തരംതിരിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും, കോൺഗ്രസ് ഇതര വാർഡുകളാണ്. ഇതൊരു പ്രതികാരം വീട്ടുന്ന നടപടിയാണോ എന്ന് വരെ സംശയിച്ചാലും തെറ്റില്ല. കാരണം സെൻറ്റ് ജോസഫ് സ്കൂളിൻ്റെ അവിടെ നിന്ന് കയറി വരുമ്പോൾ CPIയുടെ സ്ഥാനാർത്ഥിയായ KK ഷെറീൻ ജയിച്ച വാർഡ്, അവിടെ നിന്ന് അങ്ങോട്ട് വരുമ്പോൾ ജനതാദളിൻ്റെ ബിജു പൗലോസ് ചേട്ടൻ ജയിച്ച വാർഡ്, തൊട്ടപ്പുറത്ത് വരുമ്പോൾ ടൗൺ കോളനി ഭാഗത്ത് ഗ്രേസി ചേച്ചി ജയിച്ച വാർഡ്. ഈ 3 വാർഡുകളിലെയാണ് ഇപ്പോൾ ചിഹ്ന ഭിന്നമാക്കിക്കൊണ്ട് ഈ കാണുന്ന റോട്ടിലൂടെ 10 അടി വീതിയിൽ വരുന്നത്. നമുക്ക് ഈ റോഡ് വികസനം വന്നതിനൊന്നും എതിര് പറയുന്നില്ല. അങ്കമാലിയിൽ ഒരു ബൈപ്പാസ് റോഡ് പറഞ്ഞായിരുന്നു. ആ ബൈപ്പാസ് വന്നതിൻ്റെ സമാന്തരമായിട്ടാണ് ഇപ്പോൾ ഈ ബൈ റോഡ് വരുന്നത്. അപ്പോൾ ബൈപ്പാസ് ഇവിടെ അട്ടിമറിക്കപ്പെടുകയാണോ? നഗരസഭയുടെ മാസ്റ്റർ പ്ലാൻ കൊണ്ട് മിനിസ്റ്റർ പ്ലാനായ ബൈപ്പാസ് ഇവിടെ വരുന്നില്ലേ? മിനിസ്റ്റർ പ്ലാനിൻ്റെ ഈ ബൈപ്പാസ് റോഡിന് തുരങ്കം വയ്ക്കുന്ന രീതിയിലാണോ ഇപ്പോൾ അങ്കമാലി കോൺഗ്രസ് ഭരിക്കുന്ന നഗരസഭ ഈ ബൈ റോഡ് കൊണ്ടുവന്നത്? ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ബൈപ്പാസ് വരുമെന്ന് പ്രതീക്ഷയിലാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ വളരെ കൂടെയാണ് നിന്നത്. അത് ഈ ബൈ റോഡ് വന്നത് മൂലം ഇത് അട്ടിമറിക്കപ്പെടാൻ വളരെ ചാൻസ് കൂടുതലാണ്. ആദ്യത്തെ ബഡ്ജറ്റിലോ ബൈ റോഡ് ബൈപ്പാസിനെ കുറിച്ച് പരാമർശമുണ്ടായില്ല. ഇതിപ്പോൾ കൂടാതെ അങ്കമാലി പള്ളിയിൽ
കൽക്കുരിശ് വർഷങ്ങളായിട്ട് മുമ്പിൽ കാണുന്ന കൽക്കുരിശ് മാറ്റേണ്ടി വരും. അങ്കമാലി ബസലിക്ക പള്ളിയുടെ ഒരു സൈഡ് പോവും. അവിടെ ഇരിക്കുന്ന വിശുദ്ധ ഗീവർഗീസ് പുണ്യാളൻ്റെ സൈഡ് പടിഞ്ഞാറ് പള്ളിയങ്ങാടി ഭാഗത്തേക്ക് നിൽക്കുന്ന അതും അതിലോടക്കം പൊളിച്ച് കളയണം. ഇത് കൂടാണ്ട് ഈ റോഡ് വന്നത് ഇതിപ്പോൾ ചില ആളുകൾ പരക്കെ പറയുന്നത് ഇത് ഭയങ്കര വ്യക്തി താല്പര്യമായിട്ടും ആയിട്ടാണ് റോഡ് വന്നത്. ഇവിടെ ധാരാളം പണമുള്ളവർ ഈ പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാം, ഈ പോകുന്ന വഴി നേരെ ചെന്നിറങ്ങുന്നത് ഒരു പാടത്തേക്കാണ്. ആ പാടത്തിൻ്റെ ഇരുവശങ്ങളിലും ഏക്കർ കണക്കിന് സ്ഥലം മേടിച്ച് പല മുതലാളിമാരും അവിടെ ഭൂമി നികത്തിപ്പെട്ടിട്ടുണ്ട്. ഏക്കർ കണക്കിന് സ്ഥലം ഈ പാടം ഇറങ്ങി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ചെന്ന് കാണാൻ പറ്റുന്ന സ്ഥലമാണത്. ഈ രണ്ട് സൈഡിലും നിങ്ങൾക്ക് കാണാം. റൈറ്റ് സൈഡിൽ കുറേ സ്ഥലം മതിൽ കെട്ടിയിരിക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ ഒരു വൻകിട മുതലാളി കൊതുക് ശല്യം എന്ന് പറഞ്ഞുകൊണ്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്നൊരു പേപ്പർ വാങ്ങിയിട്ട് അവിടെ മണ്ണിട്ട് നികത്തി. ഒരു 1.5 ഏക്കർ സ്ഥലം അവിടെ മണ്ണിട്ട് നികത്തി ചുറ്റും മതിൽ കെട്ടി സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. അത് അങ്കമാലി മുനിസിപ്പാലിറ്റിയിലെ മുൻപിരുന്ന ഭരണസമിതി, കോൺഗ്രസ് ഭരണസമിതി വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് മണ്ണിട്ട് നികത്താം, 1-2 ലോഡ് മണ്ണിട്ട് നികത്താമെന്നുള്ള പേപ്പറും കൈവശപ്പെടുത്തിയിട്ടുണ്ട്. 1.5 ഏക്കർ സ്ഥലമാണ് അവർ മണ്ണിട്ട് നികത്തിയത്. മനസ്സിലായില്ലേ? 1.5 ഏക്കർ സ്ഥലം അവിടെയാണ് ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നു വരുന്നത്. അതുകൂടാണ്ട് ആ ഡ്രൈവിംഗ് സ്കൂൾ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിൽ അങ്കമാലി മാർക്കറ്റിൻ്റെ പോലീസ് സ്റ്റേഷൻ്റെ ബാക്കിലായിട്ട് ഒരു വൻകിട ഒരു വലിയൊരു ഇതുണ്ട്. ഏതാ? ഒരു വലിയൊരു ഫ്ലാറ്റും ഉണ്ട്. ആ ഫ്ലാറ്റിലേക്കൊക്കെ ഈ 3-4 അടിയോ വീതിയുള്ള റോഡ്, ഇത് ഒരു കാരണവശാലും ആ റോഡ് വെച്ചുകൊണ്ട് ആ ഫ്ലാറ്റിലേക്ക് കച്ചവടം നടക്കില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഇത്ര ലോബികളുടെയൊക്കെ കൈകളാണ് ഇതിൻ്റെ പുറകിലെന്ന് പറഞ്ഞാൽ അത് സംശയത്തോടെ നമ്മൾ കാണേണ്ടി വരും. കാരണം ഈ റോഡ് 10 അടി മീറ്റർ ആക്കുമ്പോൾ ഇതിൻ്റെ ഗുണം വരുന്നത് അവർക്കാണ്. അതല്ലാണ്ട് ഈ റോഡ് വെറുതെ ഈ അങ്ങാടിക്കടവ് കപ്പേളയുടെ അവിടെ ചെന്ന് ചാടി യാക്കോവിറ്റിൻ്റെ കപ്പേളയും പൊളിച്ച് കളഞ്ഞ് ആ റോട്ടിൽ വന്ന് ചാടിക്കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടുന്നില്ല ബൈ റോഡിന്. അങ്ങനെയാണ് ഈ കോതളങ്കര അമ്പലത്തിൻ്റെ അവിടെ ചെന്ന് കരിയാമ്പറ പാലത്തിനോട് മുട്ടാണെങ്കിൽ അവിടെ നിന്ന് തൃശ്ശൂർ റോട്ടിൽ നിന്ന് വന്ന വണ്ടികളൊക്കെ ഇതുവഴി സെൻറ്റ് ജോസഫ് സ്കൂളിലേക്ക് ചാടുന്ന ഒരു നല്ല വശത്തോട് കാണുമെന്ന് വിചാരിക്കാം. പക്ഷേ ഇത് അങ്ങനെ ഒരു വശമല്ല കാണുന്നത്. ഇതിവിടെ കാലങ്ങളായി വർഷങ്ങളായി താമസിക്കുന്ന പല ആളുകളുടെയും വീടുകൾ ഇല്ലാണ്ടാക്കിക്കൊണ്ട് 10 അടി മീറ്ററാക്കി എല്ലാ വണ്ടികളും മതിക്കൂടെ വന്ന് പള്ളിയിൽ പോകുന്നവർക്കും അവിടെയുള്ള ജനവാസ മേഖലകളിലുള്ളവർക്കൊക്കെ സ്വൈര്യ ജീവിതം നഷ്ടപ്പെടുകയും നിലവിലുള്ള ആൾക്കാർ അവിടെ നിന്ന് പോകേണ്ടിയും വരും. ഈ കപ്പേളടക്കം പൊളിച്ച് കളയേണ്ടി വരും. ഇപ്പോൾ ഈ കാണുന്ന കപ്പേളൊന്നും അവിടെ ഉണ്ടാവില്ല. ഇതൊക്കെ പൊളിച്ച് കളയേണ്ടതായിട്ട് വരും. ഈ പള്ളിയുടെ ഇപ്പോൾ നമുക്ക് കാണാം, ഈ ചിത്രത്തിൽ ഈ വീഡിയോയിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഈ പള്ളിയിൽ ഇപ്പോൾ ഈ ഇരിക്കുന്ന പുണ്യാളൻ്റെ രൂപം, ഈ മതിൽ, ഇപ്പോൾ ഈ കാണുന്ന മതിൽ, ഈ കൽക്കുരിശ്, ആ കാണുന്ന കൽക്കുരിശൊക്കെ പൊളിച്ചിട്ടാണ് ഇതിലൂടെ ഇപ്പോൾ ഈ കോൺഗ്രസ് ഭരണസമിതി ഇത് കൊണ്ടുവരാൻ നോക്കുന്നത്. ഇത് ഇത്ര നാൾ പിടിച്ചു വെച്ചത് ഇലക്ഷൻ കഴിയാൻ വേണ്ടിയാണ് നിന്നത്. നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഇതിനൊക്കെ MLA എതിരായിരുന്നു. കാരണം ഇലക്ഷൻ മുന്നോടിയാണ് ഈ മാസ്റ്റർ പ്ലാൻ വന്നെങ്കിൽ അവിടെ നിന്ന് ഒരു വോട്ട് പോലും കിട്ടില്ല കോൺഗ്രസ്സിന്. അതൊക്കെ ഇലക്ഷൻ കഴിഞ്ഞ് ഇനി 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് നഗരസഭ ഇലക്ഷൻ ഉള്ളൂ, 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് നിയമസഭ ഇലക്ഷൻ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്താലും ജനങ്ങൾ മറക്കുമെന്നൊരു ചിന്താഗതിയിലാണ് ഇതേപോലത്തെ ഒരു ബൈ റോഡ് റെഡിയാക്കി കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ഫ്ലാറ്റ് കണ്ടില്ലേ, അങ്കമാലി പോലീസ് സ്റ്റേഷൻ്റെ ബാക്കിലുള്ളതാണ്. ഈ കാണുന്ന പാടൊക്കെ ഫ്ലാറ്റുകാർ മേടിച്ചിട്ടുണ്ടെന്നാണ് അറിവ്. ആ റോഡ് വന്നു കഴിയുമ്പോൾ 10 അടി മീറ്റർ വരുമ്പോൾ അവർക്ക് ഉപയോഗപ്പെടും. അതേപോലെ തന്നെ ഈ ടെസ്റ്റ് ഗ്രൗണ്ട്, ഈ വെഹിക്കിൾ ടെസ്റ്റ് ഗ്രൗണ്ട് അല്ല, വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന ഗ്രൗണ്ട്, ഇതൊക്കെ പാടമായിരുന്നു. അതൊക്കെ നേരത്തെ അടിച്ച് വൻകിട പദ്ധതികൾ വേണ്ട. അപ്പോൾ ഇവർക്കൊക്കെ ഈ 3 മീറ്റർ 4 മീറ്ററുള്ള റോഡ് മതിയാവില്ല. അവർക്ക് 10 മീറ്ററിൽ 13 മീറ്ററുള്ള റോഡ് വന്നു കഴിയുമ്പോൾ ഇതൊക്കെ പിന്നാമ്പുറത്തെ വലിയ കളികളാണ്. അതിനു വേണ്ടി വർഷങ്ങളായിട്ട് പൂർവികരായിട്ട് താമസിക്കുന്ന പള്ളിയങ്ങാടിയിലെയും ടൗൺ കോളനിയിലെയും സെൻറ്റ് ജോസഫ് സ്കൂളിൻ്റെ ആ പരിസരത്ത് താമസിക്കുന്ന മണയംകുളം ഭാഗത്ത് താമസിക്കുന്ന അതിൽ കൂടെ വഴി വന്ന ആളുകളെയും അവരെ ബലി കഴിപ്പിച്ചുകൊണ്ട് അങ്കമാലി നഗരസഭയുടെ ഈ മാസ്റ്റർ പ്ലാൻ തീർത്തും മിനിസ്റ്റർ പ്ലാനായ ബൈപ്പാസിനെ അട്ടിമറിക്കുക തന്നെ ചെയ്യും.